നമസ്കാരം, ഷീജയാണ്. ഇന്ന് ഞാനൊരു ഗ്രീൻ സാരിയൊക്കെ ഉടുത്തിട്ട് വന്നേക്കണേ. എങ്ങനെയുണ്ട്? സാരിയൊക്കെ ഇഷ്ടമായോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് വലിയൊരു കാര്യമാണ്. എൻ്റെ ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. നമ്മുടെ വീട്ടിലേക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കരിയറും ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒത്തിരി സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. ഈ സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും എപ്പോഴും ചുമന്നുകൊണ്ട് പോവാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന ബിസിനസ്സിൽ ഇപ്പൊ ഒരു കുറച്ച് തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് ഒരു ഓർഡർ തന്നില്ല, ഈ ഒരു വിഷമമായിട്ട് വീട്ടിൽ ചെല്ലുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യോ? കാരണം ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണം ഏത് സമയത്ത് വേണ്ടി നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള നല്ലൊരു ആത്മബന്ധം ഇല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൂന്യത നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എത്ര പൈസയുണ്ട്, എത്ര വലിയ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു നോക്കാത്ത ആ ഒരു ബന്ധം നമുക്ക് പിന്നെ റീബിൽഡ് ചെയ്യാൻ പറ്റില്ല. പണമൊക്കെ നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കാം. കരിയർ വേണമെങ്കിൽ നമുക്ക് പോയ ജോലി നമുക്ക് തിരിച്ചെടുക്കാം. ബിസിനസ് പൊട്ടിയാൽ അടുത്ത ബിസിനസ്സിൽ നമുക്ക് സക്സസ്ഫുൾ ആവാം. അപ്പം ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അകത്തുള്ള ആൾക്കാരോടുള്ള ആ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യണം. കാരണം ഞാൻ എന്തുകൊണ്ടത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിൽ വരികയും ഒത്തിരി സമ്മർദ്ദങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് ഈ സമ്മർദ്ദങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ആദ്യകാലത്ത് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. ഞാൻ ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആണെങ്കിൽ പോലും പലപ്പോഴും ഇമോഷണലി ഞാൻ ഓഫീസിൽ തന്നെയായിരിക്കും. ഓഫീസിൽ നാളെ ഒരാളുടെ ചെക്കിൻ്റെ കണക്കായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രഗിൾസ് ആയിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എൻ്റെ മക്കൾക്ക് ആ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കണം. അവർക്കത് എന്നെ അമ്മയ്ക്ക് അമ്മയാണ് വേണ്ടത്, അല്ലാതെ മെയ്ഡിനെ വെച്ച് കൊടുത്തിട്ടോ ടീച്ചറെ വെച്ച് കൊടുത്തിട്ടോ അവർക്ക് എന്ത് ഫെസിലിറ്റി കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് വളരെ അവർ വീട്ടിൽ വരുമ്പോൾ വളരെ സ്വീറ്റായിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സന്നദ്ധയായിട്ടുള്ള ഒരമ്മയാവണം. അതിന് ഞാൻ എന്നിൽ വർക്ക് ചെയ്യണം. എൻ്റെ സമ്മർദ്ദങ്ങൾ ഓഫീസിൽ വെക്കണം. എന്നിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരമ്മയായിട്ട് ഈ വീടിൻ്റെ അകത്തേക്ക് കയറണം. അതാണ് എൻ്റെ ലൈഫിൽ നന്നായിട്ട് പോണത് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ മൂവ് ഔട്ട് ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ പണത്തിൻ്റെ പുറകെ പോകാം, കരിയറിൻ്റെ പുറകെ പോകാം, നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകാം. ഇതൊക്കെ നമ്മൾക്ക് നല്ലതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നേടുമ്പോൾ നമ്മളുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മളുടെ മക്കളുമായിട്ടും നമ്മളുടെ പങ്കാളിയായിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ആ നല്ലൊരു മെമ്മറി നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ, നല്ലൊരു ആത്മബന്ധമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയാൽ കുറേ കാലങ്ങൾ എടുക്കും അവർക്ക് ആ ഒരു മുറിവുണക്കാൻ. അവർക്ക് പലപ്പോഴും പല ആൾക്കാരും, ഞാനിപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരി ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാവും, അവരുടെ അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഒട്ടും ശ്രദ്ധിക്കാതെ പറഞ്ഞ വാക്കുകളിലെ മുറിവും പേറിയിട്ട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കാണാറുണ്ട്. പല ആൾക്കാർക്കും പല തെറാപ്പീസൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ആ മുറിവുകളിൽ നിന്ന് അവരെ പുറത്തെടുക്കുകയും, അപ്പോൾ ആ ഒരു കാരണം ആ ഒരു രീതിയിലേക്ക് അവർ മൂവ് ഔട്ട് ചെയ്ത് അവർ തന്നെ ആ മുറിവുകൾ ഉണക്കി മൂവ് ചെയ്യുമ്പോഴേ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സമാധാനം ഉണ്ടാവുന്നു. അവരുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും മാറ്റം ഉണ്ടാവുന്നത് ഓരോ ദിവസവും ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ അസൈൻമെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും ഒരു 5 പേജ് വെച്ച് വായിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളിന്ന് തീരുമാനിക്കുക, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പങ്കാളിക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വീട്ടിൽ കൊടുക്കണത് സന്തോഷമാണോ അതോ നിങ്ങൾ സമ്മർദ്ദമാണോ? ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ വീട്ടിലേക്ക് സമ്മർദ്ദത്തെയല്ല കൊണ്ടുപോകണത്, ഞാൻ സന്തോഷത്തെയാണ് കൊണ്ടുപോകണത്. ഞാൻ ഈ ഒരു ലോകം മുഴുവനും, എൻ്റെ വീടായാലും പുറത്താണെങ്കിലും എൻ്റെ അകത്താണെങ്കിലും ഒരു വെളിച്ചമുള്ള മനുഷ്യനാവാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തെ ഞാൻ അവിടെ വയ്ക്കും. അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എൻ്റെ പ്രതിരോധ ശേഷിയെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാനല്ലാതെ ഒരു കാരണവശാലും ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന് ഇതിൻ്റെ ഒരു ബലം കൊണ്ടിട്ട് കൊടുക്കില്ല. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഡിസിഷൻ്റെ ഒരു ഔട്ട്കമാണ്.
അപ്പം നമ്മൾ വളരെ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുത്ത് നമ്മുടെ ജീവിതത്തിൽ പോകണമെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് തെറ്റുകളുടെ ഒരു കൂമ്പാരമായിട്ട് മാറും. പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാനും നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയരുന്നു, നമ്മുടെ അകത്ത് സന്തോഷം വരുന്നു. നമ്മുടെ ലൈഫ് ഓരോ ദിവസം കഴിയും തോറും കരിയറിലും റിലേഷൻഷിപ്പിലും മണിയിലും ഹെൽത്തിലും എല്ലാം നമ്മൾക്ക് വെച്ചടി പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പം ഇന്ന് നിങ്ങളുടെ അസൈൻമെൻറ്റ് മറക്കണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് സന്തോഷത്തെയാണ് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ബുക്കാണോ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബുക്കിൻ്റെ 5 പേജസ് എങ്കിലും വായിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ Day 4 കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും 9961005116 മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇട്ട് തരാം. അപ്പോൾ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് തന്നാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരുത്തണം, ഒരു ഡിസിപ്ലിൻ വേണം. ജീവിതം കുറെ കൂടി ബെറ്ററായിട്ട് കരിയറിൽ ഗ്രോത്ത് വേണം. മണി ആയിട്ടുള്ള എൻ്റെ ബന്ധം ബെറ്റർ ആക്കണം. പല ആൾക്കാർക്കും മണി എന്ന് പറഞ്ഞ പേടിയാണ്. ആ പേടി വരുംതോറും എന്ത് സംഭവിക്കുന്നറിയോ? പൈസയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരിക്കൽ പോലും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കരിയറിൽ ഗ്രോത്ത് ഇല്ലാത്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യാം, മിറക്കിൾ മോർണിംഗിലേക്ക് വരിക. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് 27-ാം തീയതിയാണ് നമ്മളുടെ ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഒരു മാസത്തെ ഒറ്റ ബാച്ചേ ഉള്ളൂ. അടുത്ത മാസം 27-ാം തീയതി വരെ കാത്തിരിക്കണം. അപ്പോൾ ഒരു കാരണവശാലും സമയം കളയാതിരിക്കുക. ഇന്ന് തന്നെ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. കാരണം ഞാൻ വളരെ ലിമിറ്റഡ് ആൾക്കാരുമായിട്ടാണ് എൻ്റെ ബാച്ചിൽ നടത്തി പോണത്. മാസീവായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്ന സിസ്റ്റം എനിക്കില്ല. വളരെ കുറച്ച് ആൾക്കാരെയാണ് ഞാൻ പഠിപ്പിച്ചു പോണത്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ സീറ്റുകൾ ഫില്ലാവും. അപ്പോൾ ഈ മാസത്തെ മിറക്കിൾ മോർണിംഗിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ, ഈ മാസത്തെ MDLന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ഇപ്പോൾ തന്നെ ആ നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. അടുത്ത നാളെ പുതിയൊരു ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.